ആ കിടക്കുന്നൊരു കേട്ടം കണ്ടോ, എൻ്റെ ഒരു ഫോളോവർ കഴിഞ്ഞ ദിവസം നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെങ്ങോത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ വണ്ടി വന്നപ്പോൾ ഉള്ളൊരു വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. പുള്ളി ഇത് സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. അപ്പം മഴക്കാലം തുടങ്ങി ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളും അണ്ടർ ബോഡിയിൽ കടിച്ചിരിക്കും. ആരും പ്രത്യേകിച്ച് മഴക്കാലത്ത് എപ്പോഴും വണ്ടി കഴുകാനൊന്നും പോകുന്നില്ല. അപ്പം എന്താ പറയുക, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. വീടൊരു കമ്പി മേടിച്ചാൽ അതിന് മുകളിൽ ആൾക്കാർ പ്രൈമർ അടിച്ചിടും അല്ലേ. വീട്ടിലെ ഗേറ്റ് അതുപോലെ ജനലുകൾ ഫിറ്റ് ചെയ്താലും അതിന് മുകളിൽ തുരുമ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്രൈമർ, അതിന് മുകളിൽ പെയിൻറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചിടും. അതുപോലെ വണ്ടീൻ്റെ ഫീൽഡിൽ വരുമ്പം അതിന് അണ്ടർ ബോഡി കോട്ടിംഗ് ആണ് വരുന്നത്. അപ്പം എന്താ പറയുക, ഇതുപോലെ അണ്ടർ ബോഡി കോട്ടിങ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളത്തേക്ക് നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞ് നോക്കണ്ട. എപ്പോഴും അണ്ടർ ബോഡി അടിച്ച് കഴുകാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ ഉണ്ട്, ബോഡി നല്ല കഴുകി കുട്ടപ്പനാക്കും. അണ്ടർ ബോഡിയിലേക്ക് ഗണ്ണും കൊണ്ട് അല്ല ഗണ്ണടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് ബക്കറ്റും കപ്പും ഒക്കെ കോരി വണ്ടി കഴുകുന്ന ടീമായിരിക്കും കൂടുതലുണ്ടാവുക. അണ്ടർ ബോഡിയൊക്കെ കൊണ്ട് വാഷ് ചെയ്യാനൊക്കെ വളരെ കുറവായിരിക്കും. കാരണം പല വീഡിയോസിലും കാണാറുണ്ട് ചില വണ്ടിക്കൊന്നും അണ്ടർ ബോഡിയൊന്നും ഇല്ല. അപ്പം എന്നോട് പറഞ്ഞത്, മൂപ്പ നിൻ്റെ വീഡിയോസിലുള്ള പോലെ എൻ്റെ വണ്ടി ആകരുത്, എന്താ വേണമെങ്കിൽ ചെയ്തോ. ഞാൻ പറഞ്ഞെങ്കിൽ 2 ദിവസം സമയം തരാൻ പറഞ്ഞു. 2 ദിവസം സമയം നിന്ന് വണ്ടി അടിച്ച് വൃത്തിയാക്കി കിണ്ണം കാഴ്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, മഴക്കാലമാണ്, അണ്ടർ ബോഡി ചെയ്തിടുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള യൂസ് ഉണ്ടാവും. ചെറിയൊരു വിട്ടുവീഴ്ചേൻ്റെ പുറകെ പിന്നെ അതിൻ്റെ ഫ്ലോർ എടുക്കണം, സീറ്റ് മാറ്റണം, മാറ്റി കട്ട് ചെയ്യണം, വെൽഡ് ചെയ്യണം. ആ വെൽഡ് ചെയ്യണേ തന്നെ ഫ്യൂൽ ലൈൻ അഴിക്കണം, ബ്രേക്ക് ലൈൻ അഴിക്കണം, അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, അണ്ടർ ബോഡി അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും.